ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 27-ാം അധ്യായം. ജോബ് തുടർന്നു. എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ, എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം, എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവെടിയുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെ പോലെയും ആയിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും. സർവശക്തൻ്റെ ഉദ്ദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ. അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ്. അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും. നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവൻ്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയുമാണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു, എന്നാൽ ഇനി ഒരിക്കലും അവന് അങ്ങനെ കഴിയുകയില്ല. ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു. അവൻ പോയി. സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു. അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റിയടിക്കുന്നു. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവൻ്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. 28-ാം അധ്യായം. ജ്ഞാനത്തിൻ്റെ നിഗൂഢത. വെള്ളി കുടിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇരുമ്പ് ഭൂമിയിൽ നിന്ന് എടുക്കുന്നു, ചെമ്പ് അതിൻ്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസിൻ്റെ അങ്ങേ അതിർത്തിയിൽ അയിരിനു വേണ്ടി തിരയുന്നു. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു. അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി. അവർ മനുഷ്യരിൽ നിന്ന് അകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു, എന്നാൽ അതിൻ്റെ അധോഭാഗം അഗ്നിയാൽ എന്ന പോലെ തിളച്ചുമറിയുന്നു. അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണത്തരികളും ഉണ്ട്. കഴുകൻ ആ വഴി അറിയുന്നില്ല. പ്രാപ്പിടിയൻ അത് കണ്ടിട്ടില്ല. ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല. സിംഹവും അതിലെ പോയിട്ടില്ല. മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു. അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു. പാറയിൽ അവൻ ചാലുകൾ കീറുന്നു. വില പിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽ പെടുന്നു. വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കെട്ടുന്നു. മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും? അറിവിൻ്റെ സ്ഥാനം എവിടെ? അങ്ങോട്ടുള്ള വഴി മനുഷ്യൻ അറിയുന്നില്ല. ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകിട്ടുകയുമില്ല. അഗാധത പറയുന്നു, അത് എന്നിലില്ല. സമുദ്രം പറയുന്നു, അത് ഇവിടെയില്ല. സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല. വെള്ളി തൂക്കിക്കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല. ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിൻ്റെ വിലയ്ക്ക് തുല്യമല്ല. സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല. തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്കു വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല. പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എത്തിയോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല. തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു?
ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശപ്പറവകൾക്കും അത് അഗോചരമാണ്. നരകവും മരണവും പറയുന്നു, ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവമറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു. ആകാശത്തിന് കീഴുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ, മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിന് ഒരു മാർഗവും നിർണയിച്ചപ്പോൾ, അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് അതിൻ്റെ ആഴമളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. 29-ാം അധ്യായം. ജോബ് ഉപസംഹരിക്കുന്നു. ജോബ് തുടർന്നു, ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ, അക്കാലത്ത് അവിടുന്ന് തൻ്റെ ദീപം എൻ്റെ ശിരസിന് മുകളിൽ തെളിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ, അന്ന് ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേൽ ഉണ്ടായിരുന്നു. സർവശക്തൻ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു. ഞാൻ നഗര കവാടത്തിന് പുറത്തു വന്നു. പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടം ഒരുക്കി. യുവാക്കൾ എന്നെ കണ്ടു പിൻവാങ്ങി. വൃദ്ധർ എഴുന്നേറ്റ് നിന്നു. പ്രഭുക്കൾ വാ പൊത്തി മൗനം ഭജിച്ചു. ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു. എന്നെക്കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി. എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു. എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു. വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി. ഞാൻ നീതി അണിഞ്ഞു, അതെന്നെ ആവരണം ചെയ്തു. നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു. ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു. എനിക്ക് അപരിചിതനായവൻ്റെ വ്യവഹാരം ഞാൻ നടത്തി. ഞാൻ ദുഷ്ടൻ്റെ ദംഷ്ട്രങ്ങൾ തകർക്കുകയും അവൻ്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എൻ്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു. രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു. എൻ്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ എന്നും പുതിയതുമാണ്. എൻ്റെ വാക്കു കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എൻ്റെ ഉപദേശത്തിനു വേണ്ടി നിശബ്ദരായി നിന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല. എൻ്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റു വീണു. മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. വസന്തവൃഷ്ടിക്കു വേണ്ടി എന്ന പോലെ അവർ വാ തുറന്നിരുന്നു. ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല. ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി, സൈന്യമധ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു. 30-ാം അധ്യായം. ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോട് കൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല. യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്ത് നേട്ടമാണുള്ളത്? ദാരിദ്ര്യവും കഠിനമായ വിശപ്പും നിമിത്തം അവർ വരണ്ട് ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു. വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടുചെടികളും പച്ചിലകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു. ജനമധ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു. കള്ളനെ എന്ന പോലെ അവരെ ആട്ടിപ്പായിക്കുന്നു. മലയിടുക്കുകളിൽ കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു. കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു. കൊടിത്തൂവയുടെ കീഴെ അവർ ഒന്നിച്ചുകൂടുന്നു. ഭോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയും ആയി തീർന്നിരിക്കുന്നു. അവരെന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല. ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൺ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൺ ഇല്ലാതായിരിക്കുന്നു. എൻ്റെ വലത്തുവശത്ത് നീചർ ഉയരുന്നു. അവരെന്നെ ഓടിക്കുന്നു. അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എൻ്റെ മേൽ പ്രയോഗിക്കുന്നു.
അവരെൻ്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു. ആരും അവരെ തടയുന്നില്ല. വലിയ വിടവിലൂടെ എന്ന പോലെ അവർ വരുന്നു. കോട്ട ഇടിയുമ്പോൾ അവർ എൻ്റെ മേൽ ഉരുണ്ടു കയറുന്നു. ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റുകൊണ്ടെന്ന പോലെ എൻ്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു. എൻ്റെ ഐശ്വര്യം മേഘമെന്ന പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ ഉള്ളിൽ തൂകിപ്പോയിരിക്കുന്നു. കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു. എന്നെ കരളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല. ക്രൂരമായി അത് എൻ്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു. എൻ്റെ അങ്കിയുടെ കഴുത്തുപോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു. ദൈവം എന്നെ ചെളിക്കുണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു. ഞാൻ പൊടിയും ചാരവും പോലെയായി തീർന്നു. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. അങ്ങ് എനിക്കുത്തരം നൽകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങ് എന്നോട് ക്രൂരമായി വർത്തിക്കുന്നു. കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു. അങ്ങ് എന്നെ കാറ്റിൽ ഉയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിൽ ഞാൻ ആടിയുലയാൻ ഇടയാക്കുന്നു. അങ്ങ് എന്നെ മരണത്തിലേക്കും എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകും എന്ന് എനിക്കറിയാം. എന്നിട്ടും ഒരുവൻ നാശകൂമ്പാരത്തിൽ നിന്ന് കൈനീട്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ലേ? ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്കു വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ? ദരിദ്രർക്കു വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു. ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു. അതൊരിക്കലും പ്രശാന്തമല്ല. പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ ശരീരം ഇരുണ്ടുപോയി, എന്നാൽ വെയിൽ ഏറ്റിട്ടില്ല. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു. എൻ്റെ ചർമ്മം കറുക്കുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു. എൻ്റെ അസ്ഥികൾ ചൂടുകൊണ്ട് ദഹിക്കുന്നു. എൻ്റെ വീണാനാദം വിലാപമായും എൻ്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു.